വർഷക്കാലായിട്ടും 16 വർഷം കേരളത്തിൽ ജീവിച്ചിട്ട് തീവണ്ടി കാണാത്ത മഹാൻ ആരാണെന്ന് പലർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും. അദ്ദേഹം ഒരു ദിവസം തീവണ്ടി ഓഫീസിൽ നിൽക്കുമ്പോൾ കാണുന്ന സമയം പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു തീവണ്ടി ഇങ്ങനെ പെട്ടെന്ന് കയറി വരിക. ഈ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിൽ നിന്നൊരു 4 വരി ഒരു പദ്യം പുറത്തേക്ക് വന്നെന്താണ്? يا صاحب ركبا يسير بلا رجل على الرين هاربا بصوت بكوكو وشيماع الدخان وفيه الناس والمتاع عجائبا. തീവണ്ടി അപ്രതീക്ഷിതമായിട്ട് ആദ്യം 16 വർഷത്തിൽ ആദ്യമായിട്ട് കണ്ടപാട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഏതാനും വരികളാണ്. ഞാൻ പറഞ്ഞ ആ വരികൾ രണ്ടാമത് കാണാൻ പറഞ്ഞ നമുക്കറിയില്ല, മൊയ്ലാമാരുടെ വിഷയമാണ്, പക്ഷെ ഞാൻ കൈയിട്ട് വാരിയത് മാത്രം. ഏതായാലും ഇതിന്റെ അർത്ഥം അറിയാത്തവര് ചിലപ്പോ ഒന്ന് അർത്ഥം അറിയാത്ത ഇറക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. എന്നാ അയാൾ അറബിൽ പാടി അതിന്റെ അർത്ഥം എന്താണാവോ എന്ന് ചെറിയ സംശയം മൂപ്പർക്കുണ്ട്. അപ്പൊ അത് തീർക്കാം. അതിന്റെ അർത്ഥം പറഞ്ഞു പുതുമാ നിറഞ്ഞൊരു വാഹനം ഞാൻ കണ്ടടോ, പദം റൈഡിലോടുന്നുണ്ടടോ, ശബ്ദവും പൊന്നി ചരക്കും മർച്ചിതും അതിലുണ്ടടോ. അത്ഭുതകരമായ ഒരു വാഹനം ഞാൻ കണ്ടു. അതിന് പാദങ്ങളില്ല, അത് റെയിലിൽ കൂടി ഇങ്ങനെ നിരങ്ങി ഓടിക്കൊണ്ടു പോവുകയാണ്. ഓടിക്കൊണ്ടു പോകുമ്പോൾ ശീശിന്നൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടുമാനം ജനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ലഗേജുകളൊക്കെ ഉണ്ട്, മോനുണ്ട് എന്നുള്ളൊരു അർത്ഥം വരുന്ന 4 വരി പദ്യമാണ് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് തീവണ്ടി കണ്ട ഉടനെ പാടുന്നത്. ഇങ്ങനെ 16 കൊല്ലത്തിൽ ഒരിക്കൽ ആദ്യമായിട്ട് തീവണ്ടി കണ്ട ആ മഹാനാരാണെന്ന് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി ആ മഹാനെ പറ്റി 4 വരി. കേരളമെന്ന നാടിതിൽ കിളി മികച്ച വീടതിൽ കക്കത്തറ കുടുംബത്തിൽ ഖാളി ഉമർ റളിയല്ലാഹ്. കേരളമെന്ന നാടിതിൽ കിളി മികച്ച വീടതിൽ കക്കത്തറ കുടുംബത്തിൽ ഖാളി ഉമർ മഹാനായ ഉമർഖാദി ഉപ്പാപ്പയാണ്. അങ്ങനെ ആദ്യമായി തീവണ്ടി കണ്ടപ്പോ ഇങ്ങനെ ഒരു പാട്ട് പാടി എന്നുള്ളത് മുഖവര പറഞ്ഞുകൊണ്ട് പാടുക. അദ്ദേഹത്തെ പറ്റി ഇനിയും പാടുക.